ഒരു സ്ഥലത്ത് സുഭാഷിൻ്റെ പെണ്ണ് കാണലും മറ്റേ സ്ഥലത്ത് നിധിയെ പെണ്ണ് കാണാനും വന്നിരിക്കുകയാണ്. സുധി പെണ്ണ് വീട്ടുകാരോട് എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തും. സുഭാഷ് കോൺട്രാക്ടറാണെന്നും സുഭാഷിൻ്റെ കീഴിൽ കുറേ ജോലിക്കാരുണ്ടെന്നും കൂടുതലും ബംഗാളികളാണെന്നൊക്കെ പറയും. സുഭാഷിൻ്റെ തൊട്ട് താഴെ താനാണെന്ന് പറയുമ്പോഴേക്കും അനിയൻ പറയും ജോലി ഡ്രൈവറാണെന്ന്. മൂന്നാമത്തെ ആൾ ഹരീഷ് മെക്കാനിക്കൽ ബിസിനസ്സാണെന്ന് പറയും. പെണ്ണ് വീട്ടുകാർ ചോദിക്കും മെക്കാനിക്കൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഒക്കെ എന്ന് പറയും. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയും ഓ വണ്ടിപ്പണി. ഇളയ അനിയൻ പറയും ഞാൻ നികേഷ് സെക്കൻഡ് ഇയർ ബികോമിന് പഠിക്കുന്നു. അവർ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്ത്രീകളാരും വന്നില്ലേ? സുഭാഷ് പറയും ഞങ്ങളുടെ വീട്ടിലെ ഈ 5 പേരേ ഉള്ളൂ എന്ന് പറയും. സുധി പറയും അല്ലല്ല സ്വന്തക്കാരൊക്കെ വേറെ ഉണ്ട്, അവരെയൊന്നും ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ മാത്രം വന്നത്. അത് കേൾക്കുമ്പോൾ പെണ്ണ് വീട്ടുകാർക്കൊരു സമാധാനമാവും. പെണ്ണിൻ്റെ അച്ഛൻ പറയും ഒരു കണക്കിന് അത് നല്ലതാ, വെറുതെ അഭിപ്രായം പറയാൻ ആളെ കൂട്ടിയിട്ട് എന്താ കാര്യം. പെണ്ണിൻ്റെ അമ്മയ്ക്കും സ്ത്രീകളൊന്നും ഇല്ലാത്ത വീട്ടിലേക്കാണോ എൻ്റെ മോളെ അയക്കുന്നത്? ബ്രോക്കറേയും ഈ കല്യാണം കഴിഞ്ഞാൽ അവിടെ ഒരു പെണ്ണായില്ലേ, ഇനി ഇവർ 3 പേരുണ്ടല്ലോ, അപ്പം 4 പെണ്ണ് 4 ആണ്. പക്ഷെ ആ തമാശയൊന്നും അവരുടെ അമ്മയ്ക്ക് അത്ര ഇഷ്ടാവില്ല. എൻ്റെ മോൾ അവിടെ വന്നിട്ട് എല്ലാവർക്കും വെച്ചുണ്ടാക്കി തരണമല്ലേ. സുഭാഷ് പറയും ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറെന്ന് പറയും. സുധി അറിയാം അതെ ഏട്ടൻ നല്ല ബെസ്റ്റ് കുക്കാ. പെണ്ണ് ചായയും പരിപ്പോടെയൊക്കെ കൊടുക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കും ഇത് കുട്ടി തന്നെ ഉണ്ടാക്കിയതാണോ? അപ്പോൾ അവൾ അതേന്ന് പറയുമ്പോൾ സുഭാഷ് പറയും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ പുറമേയൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷേ ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ല എന്ന് പറയും. അതിൻ്റെ മാവ് ബാക്കിയുണ്ടോ? അപ്പോൾ അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ സുഭാഷ് പറയും അടുക്കള എവിടെ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെയും കുട്ടി അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് പരിപ്പടയുടെ മാവ് എടുത്തിട്ട് അതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് അത് പൊരിച്ചെടുക്കും. എന്നിട്ട് അവളോട് കഴിക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട്? അവൾ പറയും ആ കൊള്ളാം. അപ്പുറത്താണെങ്കിൽ നിധി താല്പര്യമില്ലാതെ പെണ്ണ് കാണലിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. നിധി എത്രയായിട്ടും അങ്ങോട്ട് പോയിട്ടില്ല. അമ്മയൊക്കെ വന്ന് പറയും എത്ര നേരമായി മോളെ, നീ ഒന്ന് അങ്ങോട്ട് വാന്ന് പറയും. നിധി അങ്ങോട്ടേക്ക് വരുമ്പോൾ ചെക്കൻ പറയും അമ്മേ പെണ്ണ് കുറച്ച് ഷോർട്ടാണല്ലോ, പിന്നെ കുറച്ചുകൂടിയൊക്കെ മോഡേണും ആവാം. അവൻ്റെ അമ്മ പറയും ഷോർട്ടാണെങ്കിലും ആൾ ക്യൂട്ടാണ്, ആദ്യം നിൻ്റെ ഭാര്യ ആവട്ടെ എന്നിട്ട് ഹൈറ്റൊക്കെ നോക്കാമെന്ന് പറയും. അപ്പുറത്തെ സുഭാഷ് പെണ്ണ് കണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അവരുടെ വീട്ടുകാർ പറയും നോക്കിയിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. പെൺകുട്ടി ജനലിൻ്റെ അടുത്ത് വന്ന് സുഭാഷിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സുഭാഷ് കണ്ണുകൊണ്ട് പോവുകയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും. അപ്പുറത്ത് നിധിയെ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ നിധിയോട് എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. നിധി പറയുമ്പോൾ അവൻ പറയും എനിക്കതൊന്നും അറിയില്ല, ഞാൻ പുറത്തായിരുന്നല്ലോ. അവനെ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയും. അവൻ പറയും ഈ സ്ഥലമൊന്നും എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഇതൊന്നും നിധിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. അയാൾ പറയും എന്താ ഒന്നും പറയാനില്ലേ? ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും. നിധി പറയും ഇന്നെൻ്റെ കോളേജിലെ കോൺവെക്കേഷൻ ആയിരുന്നു, ടോപ്പ് മാർക്കിനുള്ള ഗോൾഡ് മെഡൽ എനിക്കായിരുന്നു. ഇത് കേട്ടിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ പുച്ഛിച്ച് പറയും. അയാളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിധിയാണെങ്കിൽ ഒരു താല്പര്യമില്ലാതെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുഭാഷൊക്കെ വീട്ടിലെത്തി കഴിയുമ്പോൾ പെണ്ണ് കാണാൻ പോയതിനെ പറ്റി അവർ ചർച്ച ചെയ്യും. അച്ഛൻ പറയും സ്ത്രീകളില്ലാതെ പെണ്ണ് കാണാൻ പോയാൽ അത് നടക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറയും. സ്ത്രീകളില്ലാത്ത വീട്ടിലേക്ക് ആരും പെണ്ണുങ്ങളെ അയക്കില്ലടാ, അല്ലെങ്കിൽ ആരെയും പ്രേമിച്ച് കൊണ്ടുവരണമെന്ന് പറയും. ഹരീഷ് പറയും ആ അവസ്ഥയിലേക്ക് ഈ വീട്ടിനെത്തിച്ചത് ആരാണെന്ന് അറിയാലോ, വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. സുധി പറയും വേറൊരു കാര്യം ചെയ്യ്, അച്ഛനൊരു പെണ്ണുകൂടെ കേട്ട്, ഞങ്ങൾക്കല്ലേ കിട്ടാത്തുള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അച്ഛൻ പറയും ഞാൻ നാട്ടു നടപ്പുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അതിന് എന്നോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയും. സുധി അനിയന്മാരൊക്കെ സുഭാഷിനെ വടയുണ്ടാക്കിയ കാര്യം പറഞ്ഞ് കളിയാക്കുകയാണ്. സുഭാഷ് ചോദിക്കും മോശമായിപ്പോയോ? ഹരീഷ് പറയും അതൊന്നുമില്ല, ഏട്ടൻ എങ്ങനെയാണോ അങ്ങനെ പെരുമാറിയാൽ മതി, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവാണ്. സുധി ഇറങ്ങുമ്പോൾ സുഭാഷിനോട് പറയും ചേട്ടനുള്ളത് ചേട്ടന് തന്നെ കിട്ടും, അഥവാ കിട്ടിയില്ലെങ്കിൽ അത് ചേട്ടനുള്ളതായിരിക്കില്ല.